ഇവിടെ ഇരിപ്പുണ്ടല്ലോ രണ്ടാളും. ആ പരിക എന്താണ് നീ വാപ്പാനെ ഞെക്കി കൊല്ലുവോ? എന്തായി? നല്ലത്. അതെ, ഞങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? എന്താണ് ഇവിടത്തെ അവസ്ഥ? ഇവിടെ ഞങ്ങള് വൈകുന്നേരം പോവും അല്ലേ? വൈകുന്നേരമാണ് പോവാൻ നിക്കണേ. ഞങ്ങളൊരു 11 മണിക്ക് പുറപ്പെടും. ഞാനിപ്പോ അവിടെ നിന്ന് വണ്ടിയിൽ കുഞ്ഞൂട്ടനെ കയറ്റി ജെസ്സിയും ഞാനുമായിട്ട് ഇവിടെ വന്ന് വാസുകുട്ടീനെ എടുത്തിട്ട് ഒരു 11 മണിക്ക് പുറപ്പെടാന്നാ തീരുമാനിച്ചാണ്. നിങ്ങള് പോണത് നല്ല സ്ഥലം. ഞങ്ങള് ഊട്ടി, കൊടൈക്കനാല് അങ്ങനെ സ്ഥലം. അവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. കൊടൈക്കനാലൊക്കെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട്. നമ്മള് മൂന്നാറ് ചെറിയൊരു പ്രശ്നം ഉണ്ടോ വരിക. അവിടെ ഈ മണ്ണിടിഞ്ഞിട്ടേ, മലയൊക്കെ ഇടിഞ്ഞ് റോട്ടിൽ വീണിട്ട് ഗതാഗതമൊക്കെ നിയന്ത്രിച്ചിട്ട് ടൂറിസ്റ്റുകളെ അങ്ങോട്ട് കടത്തണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് അന്വേഷിച്ചേര്. മണ്ണിടിച്ചിലാ? അന്ന് മലയൊക്കെ ഇടിഞ്ഞു. മൂന്നാറ് മണ്ണിടിച്ചിലാണ്. മൂന്നാറാ? വന്നേ ഇത് കേട്ടോ. എന്താ നമ്മടെ പോക്കൊക്കെ മൂന്നാറേക്കല്ലേ നിങ്ങളുടെ ട്രിപ്പ്? പക്ഷെ മൂന്നാറേ മണ്ണിടിഞ്ഞിട്ട് റോഡൊക്കെ ബ്ലോക്കായി ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട് കിടക്കെന്ന് പറയണ. അത് ഇന്നലെ അതേ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, വാട്സാപ്പിലുണ്ടല്ലോ. പിന്നെ നമ്മള് ബുക്ക് ചെയ്ത ഹോട്ടലുകാർ നമ്മളെ വിളിച്ച് പറയൂലേ? അത് പറയായിരിക്കും. കണ്ട എന്താ റബ്ബേ, ആറ്റും നോറ്റ് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് അതല്ല. അത് കഴിയുമ്പോ പോകാല്ല, ഇനിയും പോകാല്ല. അതൊക്കെ ക്ലിയർ ആവുമ്പോ അല്ല പോവാന്നുള്ളല്ലടാ. എന്താ ചെയ്യാ പടച്ച റബ്ബേ. ഒരു പണിയായി. ഞങ്ങളുടെ വണ്ടിയില് സീറ്റ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങള്. അതൊന്നും ശരി. അതെന്താ വെച്ചാല് ഓളുടെ ആങ്ങളാണ് അവൻ. അത് ഇത്ര ആഗ്രഹിച്ച് നമുക്കൊരു സംഭവമൊക്കെ ചെയ്ത് തന്ന് ഇത്രയും പൈസയും ചെലവാക്കി അതൊക്കെ ബുക്ക് ചെയ്തിട്ടിട്ട് പിന്നെ നമ്മള് പോവില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. ഓന്റെ ആങ്ങളെയല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും മൂന്നാറ് പോക്ക് ഈ മാസം നടക്കൂല. അന്ന് ക്ലിയർ ആ. നീ പോര്. എന്താ പറയുന്നത് പോലെ എങ്ങോട്ട് പോട്ടെ? പാപ്പിച്ച് മിച്ചില്ലാണ്ട് എങ്ങനെ അയച്ചു പോണേ ഒറ്റക്ക്? അല്ല, ഓൻ പോയിക്കോട്ടെ. ഓൻ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോ നമ്മള് പോവാറുണ്ടോ? നീ റെഡിയായി നിന്നോ വണ്ടി? അവൻ ഒറ്റക്ക് വിടാനോ? എന്നാ പിന്നെ ഇജ്ജും പോയിക്കോ. നിങ്ങളില്ലാതെയോ? ഞാൻ വന്നാ ശരിയാവില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞ എന്ത് പരീക്ഷ പറയണ? വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞ എന്താണ്? മൂന്നാറ് പോകാന്നല്ലേ പറഞ്ഞുള്ളൂ. ഊട്ടിയിൽ പോവില്ല എന്ന് വാക്കൊന്നും കൊടുത്തില്ല. അതൊന്നുമില്ല. പിന്നെ മൂന്നാറ് പോകാൻ പറ്റാത്ത സമയത്ത് പിന്നെ ഇവിടെ ഇരിക്കണ എന്തിനാ? മനസ്സിലേക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നുന്നു. അതൊക്കെ യാത്രയിൽ മനസ്സ് സുഖമായി കിട്ടിക്കോളും. അല്ല, റസിയ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് പിന്നെ അന്നൊരു പണി, നിങ്ങൾ എന്തേലും ചെയ്യ്. ഞാൻ അവരെ എടുത്തോണ്ട് വരട്ടെ. വാസൂട്ടീനെ എടുക്കണം. അല്ല, ഞങ്ങളും കൂടി വരാം. വരണ്ട? എങ്ങനെ? നമുക്കും കൂടി ഓരോ കൂടെ പോവാണ് ഊട്ടിക്ക്. നമ്മളങ്ങോട്ട് പോയാ മതിയോ? മതി. എന്റെ പരിക സീറ്റ് ഉണ്ടെന്ന്. വണ്ടിയില് സീറ്റ് ഉണ്ട്. വലിയ ഞാന് അല്ല ഇതിപ്പോ ഈ കാര്യത്തിൽ അത് ഓളുടെ തീരുമാനമാണ്. അല്ലാണ്ട് ഇക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് അവിടെ അത്രയും ആഗ്രഹിച്ചിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അത് അവിടെ മണ്ണിടിച്ചില്ല എന്ന് പറഞ്ഞാ എങ്ങനെ? അത് കാരണമാണ്. അല്ലാണ്ട് ഓള് പറയാച്ചാ ഓളുടെ ആഗ്രഹം നടന്നോട്ടെ. പെട്ടെന്ന് റെഡി ആയിട്ട് നിന്നോ. ഞാൻ 11 മണിക്ക് ഇവിടെ 11 മണിക്കാണല്ലേ? പടച്ചോനെ, ഞങ്ങള് വൈകുന്നേരം റെഡിയായി. എന്നാ വേറെ റെഡി ആയിക്കോ. 11 മണിയാകുമ്പോഴത്തേക്കും പോണ്ടേ? അല്ല, നിങ്ങൾ ഇവിടെ നിന്ന് കളിക്കാതെ വണ്ടി കയറ്. അപ്പൊ ഇറങ്ങിയില്ലേ ഇത്? വാസുട്ടിയേ, മല്ലികേ. വാസുട്ടി അവിടെ ഇല്ലടാ. ഒരു കൊല പഴയ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ ദൊരേനെ വിട്ടത്. അപ്പൊ അവനെ കാണാനില്ല എന്നിട്ട് രണ്ടാമത് കടയുടെ മുമ്പിൽ അവരവിടെ കയറും. ടൂറിന് പോകുന്നല്ലേ? അടിപൊളിയാക്കണ്ടേ? പേന്റെ കോട്ട് വരണ്ടേ? ഏടപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ ആൾക്കാരല്ലേ കാണുള്ളൂ. ആര് കാണാനാണ്? ഞാൻ എന്തിട്ട് എന്താ കാര്യം? അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് ഇടാൻ വേണ്ടി നല്ല പാന്റും കുപ്പായും ഉണ്ടാ? എന്തിന്? നമ്മളെ അവിടെ ഒരാളും അറിയില്ല. അവിടെ എന്തിട്ട് നടന്നാലല്ല വണ്ടിയിൽ വെച്ച അത് അടിപൊളിയല്ലേ? പെട്ടിയിൽ വെച്ച് വിട്ടിട്ട് കാര്യമില്ലേ? അവളെ അവിടെ നിന്ന് കേറിക്കോളും. ഒരാള് ഇറങ്ങാൻ നിന്നപ്പോ പ്ലഗ് ചെയ്യാൻ വന്നേക്കണം. അതെ, എങ്ങനെ ഉണ്ടായില്ല?
എന്താ മുതല് നിക്കാ റസിയാളും ഉമ്മാനെ തന്നെ ഇറക്കുമല്ലോ, ദേ വന്നേ. എടാ ഇതും കൂടി എടുത്ത് വെച്ചോ. വേമ്പ എല്ലായിടത്തല്ലേ ഓ എന്നാലുണ്ട് റസിയ നിങ്ങൾ മൂന്നാറ് പോകുന്നെന്ന് പറഞ്ഞപ്പോ അവിടെ മണ്ണിടിച്ചിൽ വന്നിട്ട് എനിക്ക് വിഷമമുണ്ടല്ലേ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ടൂർ പോകാൻ പറ്റിയത്. എന്നാ എന്നോട് സത്യം ഞാൻ പറയട്ടെ, അവിടെ മണ്ണിടിഞ്ഞൊന്നല്ല. അപ്പൊ നീയല്ലേ പറഞ്ഞ അവിടെ മണ്ണിടിച്ചിലുണ്ട്, പിന്നെ എന്തോ വാർത്തയൊക്കെ കണ്ട് എന്നൊക്കെ പറഞ്ഞ്. അത് ജോസുട്ടി മണ്ണിടിച്ചതാ. ജോസുട്ടി മണ്ണിടിക്കാനാ? ആടി, ഞാൻ കണ്ട ആ വാർത്തല്ലേ, അതിന്റെ അടി കൂടി ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പോവില്ലേ, അതില് കഴിഞ്ഞ കൊല്ലത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. എന്ത്? ജലവിഭവ മന്ത്രിയായിട്ട് പരമേശ്വരന് അധികാരം വെക്കുന്നു. അയാള് കഴിഞ്ഞ കൊല്ലായിരുന്നല്ലോ മന്ത്രിയായത്. അതന്നെ, ഇത് കഴിഞ്ഞ കൊല്ലം മൂന്നാറ് മണ്ണിടിച്ചിലുണ്ടായില്ലേ, അതിന്റെ വീഡിയോ കൊണ്ടാണ് ഇന്നെ കാണിച്ചത്. അന്നെ പറഞ്ഞു പറ്റിച്ചതാ ആ പൊട്ടൻ. അല്ല, എന്നിട്ട് ഇങ്ങനത്തെ പിന്നെ ഇപ്പൊ ഞങ്ങളെ കൂടെ ടൂറിന് വരാൻ സമ്മതിച്ചേ? സത്യം പറയാലോ, പരീക്കക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് മനസ്സിലായി. മൂപ്പര് ഇങ്ങനെ അങ്ങോട്ട് ഇടക്കും ആകെ ബേജാറ്. അപ്പൊ ഞാനും വിചാരിച്ച് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞാൻ കണ്ണടച്ചു കൊടുത്താ. എന്തായാലും നന്നായി. ഇപ്പോഴാണ് ഇതൊരു വിനോദയാത്രയായത്. കഥയൊക്കെ ഇതിന്റെ അകത്ത് പറയാം, അത് കയറിയാ ചോദിക്കണേ. ഒരുമിച്ച്